Hi friends, welcome back to our channel. We are Anju from YK Sound Academy. Our കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയ ഒരു കണ്ടൻസർ മൈക്രോഫോൺ ഓഡിയോ ടെക്നിക്ക എന്ന് പറഞ്ഞ കമ്പനിയുടെ 80-20-20 എന്ന് പറഞ്ഞ മോഡൽ നമ്മൾ അൺബോക്സ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അടിപൊളി ഒരു മൈക്രോഫോണാണ്. നിങ്ങൾക്ക് 10,000 ബഡ്ജറ്റിൽ 10,000 അല്ല ഒരു 12,000 ബഡ്ജറ്റ് വെച്ചാൽ പോലും നിങ്ങൾക്ക് ഏറ്റവും നല്ല മൈക്രോഫോണായിട്ടേ ഞാൻ പറയുള്ളൂ. കാരണം അത്രയും നല്ല ക്വാളിറ്റിയുള്ള മൈക്രോഫോണാണ്. നിങ്ങളുടെ ഹോം സ്റ്റുഡിയോയ്ക്കൊക്കെ ബെസ്റ്റ് മൈക്രോഫോൺ എന്ന് പറയാം. നമ്മൾ ഈ ഒരു വീഡിയോ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മോട്ടു എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ M2 എന്ന് പറഞ്ഞ മോഡലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യുന്ന റീസൺ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഡിയോ ഇൻ്റർഫേസ് ഇതിന് പറയാം. അത് മാത്രമല്ല ഇതിനകത്ത് 2 മൈക്ക് നമുക്ക് കണക്ട് ചെയ്യാം, 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും ഉണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടി ലോ പ്രൈസിൽ നിങ്ങൾക്ക് ഫോക്കസ് റൈറ്റ് കിട്ടും. പക്ഷേ ഫോക്കസ് റൈറ്റ് അടിപൊളി ക്വാളിറ്റിയാണ്, നമ്മൾ ഓൾറെഡി ഇതിന് അൺബോക്സിങ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഫോക്കസ് റൈറ്റിനേക്കാൾ കുറച്ചുകൂടി ക്വാളിറ്റി അപ്പാണ് ഈ ഒരു മോട്ടു M2 എന്ന് പറഞ്ഞ ഓഡിയോ ഇൻ്റർഫേസ്. അതേപോലെ ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം ഈ ഒരു പിക്ചറിൽ തന്നെ കാണാം. ഇതിനകത്ത് ഒരു ചെറിയ സ്ക്രീൻ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ലെവലൊക്കെ നിങ്ങൾക്ക് നേരെ ആ സ്ക്രീൻ കണ്ട് തന്നെ നിങ്ങൾക്ക് ലെവൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൈസിൽ വേറെ ഒരു ഓഡിയോ ഇൻ്റർഫേസിൽ ഇങ്ങനത്തെ ഒരു ഫീച്ചർ ഇല്ല. ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസിന് ഇങ്ങനത്തെ ഒരു ഫീച്ചറിൻ്റെ ഒരു LED സ്ക്രീൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലെവലൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം എന്താ ഈ ഒരു ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബോക്സ് നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു ചെറിയ ബോക്സാണ്. M2 2 ഇൻപുട്ട് 2 ഔട്ട്പുട്ടാണ്. ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസിൻ്റെ കൂടെ Ableton ലൈവിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഓഡിയോ സോഫ്റ്റ്വെയർ ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ അവർ ഫ്രീ ആയിട്ട് ഇതിനെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് വിൻഡോസിൽ അതേപോലെ മാക്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഓഡിയോ ഇൻ്റർഫേസ് ആണ്. ഐപാഡ് അല്ലെങ്കിൽ ഐഫോണിൽ പോലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു ഓഡിയോ ഇൻ്റർഫേസ് ആണ്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ഇതിന് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെ കൂടെ ഒരുപാട് 1000+ ലൂപ്സ്, ഓഡിയോ ലൂപ്സ്, മ്യൂസിക്കൽ ലൂപ്സ്, അതേപോലെ ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സോഫ്റ്റ്വെയറിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം ഇതിനുള്ളിൽ അവർ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും. ജസ്റ്റ് ഒരു കുഷൻ അതിനെ ഇതാക്കാൻ വേണ്ടി. പിന്നെ അവരതിനകത്ത് ജസ്റ്റ് ഒരു ടോപ്പിൽ തന്നെ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ കണക്ഷൻ ചെയ്യേണ്ടത്, മാക്ക് ആണെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടത്, വിൻഡോസിന് എങ്ങനെ ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസ് അവർ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതാണ് ഓഡിയോ ഇൻ്റർഫേസ്. നമുക്ക് തുറന്ന് നോക്കാം. അത് ഇതിൻ്റെ അടിയിൽ എന്താ നമുക്ക് നോക്കാം. ഒരു USB A to USB C ടൈപ്പ് കണക്ഷനാണ്. അപ്പോൾ ഇത് C ടൈപ്പാണ് ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ USB C കേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് A to C. പിന്നെ അതിൻ്റെ വാറണ്ടി കാർഡ്, ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 1 year ആണ്. 1 year വാറണ്ടിയാണ്. പിന്നെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്പഞ്ച് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഓഡിയോ ഇൻ്റർഫേസ്. മുകളിൽ തന്നെ അവരുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇത് മെറ്റൽ ബോഡിയാണ്. ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് EVO 8 എന്ന് പറഞ്ഞ മോഡൽ കിട്ടും. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന EVO 8 ആണ്. അതിൻ്റെ ഈ ഒരു മോഡലായിട്ടൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് അത് പ്ലാസ്റ്റിക് ബോഡി, അത് തന്നെ അതിൻ്റെ വലിയൊരു ഡ്രോബാക്ക് ആണ്. അപ്പോൾ എവിടെയെങ്കിലും മുട്ടിയാലോ അല്ലെങ്കിൽ അങ്ങനെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് മെറ്റൽ ബോഡിയാണ്, ഫോക്കസ്ഡ് ആയിട്ടും മെറ്റൽ ബോഡിയാണ്. പിന്നെ ഇതിൻ്റെ ബ്രാൻഡിങ് മുകളിൽ കൊടുത്തിട്ടുണ്ട് മോട്ടു M2. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാം 2 മൈക്ക് XLR കോംബോ ജാക്കാണ്. അപ്പോൾ XLR അതേപോലെ ഫോണോ ജാക്ക്, അല്ലെങ്കിൽ XLR അതേപോലെ TS അല്ലെങ്കിൽ TRS നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന ജാക്കാണ്. 2 കോംബോ ജാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻപുട്ടിന് വേണ്ടി. അതിൻ്റെ ഓരോരോ ജാക്കിൻ്റെ ഓരോരോ ചാനലിൻ്റെ ഗെയിനോ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഹൈ ക്വാളിറ്റിയാണ്. കാരണം നിങ്ങൾക്ക് ഈ നോബ് കാണാം, ഈ നോബ് വരെ മെറ്റലാണ്. ഫോക്കസ് ആയിട്ട് നോബ്സ് ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം അത് പ്ലാസ്റ്റിക് നോബ്സ് ആണ്. ബോഡി മെറ്റലാണ്, പക്ഷേ ഫ്രണ്ട് സൈഡൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഇതിൻ്റെ ഈ നോബ് വരെ മെറ്റൽ നോബ്സ് ആണ്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് ക്വാളിറ്റിയുള്ള നോബ്സ് ആണ്. 2 ഇൻപുട്ട്, അതേപോലെ ഓരോരോ മൈക്കിൻ്റെ ഫാൻറ്റം ബാർ ഓൺ ആക്കാനുള്ള 48 voltsൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. കണ്ടൻസർ മൈക്രോഫോൺ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 48 volts ഓൺ ആക്കണം. അതേപോലെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് മോണിറ്റർ, ഇപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ത്രൂ അല്ലാണ്ട് നേരിട്ട് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് കേൾക്കണമെങ്കിൽ ഈ മോണിറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാൻ പറ്റും. ലേറ്റൻസി ഇല്ലാണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് M1 മോണിറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 ചാനലായി സെയിം 1 2 ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റീരിയോ ആയിട്ട് യൂസ് ചെയ്യാം, അതില്ലെങ്കിൽ 2 സെപ്പറേറ്റ് ചാനലായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു LCD സ്ക്രീൻ, കളർ LCD സ്ക്രീനാണ് ഇവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാ ലെവൽസ് ഈ ഒരു പിക്ചറിൽ കൊടുത്തേക്കുന്ന പോലെ അതിൻ്റെ LCD സ്ക്രീനിൽ തന്നെ നമുക്ക് അതിന് ലെവൽസ് ഗ്രീൻ ടു റെഡ് കാണാൻ പറ്റും. അതേപോലെ മെയിൻ സ്പീക്കർ വോല്യൂം അവരിവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ സ്പീക്കർ വോല്യത്തിൻ്റെ നോബാണത്, മെയിൻ മോണിറ്ററിൻ്റെ നോബാണ് മാസ്റ്റർ വോല്യത്തിൻ്റെ. പിന്നെ ഹെഡ്ഫോണിന് സെപ്പറേറ്റ് ഒരു ജാക്കും അതേപോലെ അതിൻ്റെ നോബും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം മെറ്റൽ നോബ്സാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. മിക്ക ഓഡിയോ ഇൻ്റർഫേസിൽ ഓൺ ഓഫ് സ്വിച്ച് വരാറില്ല, നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓൺ ആവാറ് പതിവ്. ഇത് ഓൺ ഓഫ് സ്വിച്ച് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഫീച്ചറാണ്, ഓൺ ഓഫ് സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഔട്ട്, ലെഫ്റ്റ് റൈറ്റിൻ്റെ മെയിൻ ഔട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാലൻസ്ഡ് ഔട്ടാണ് മെയിൻ ഔട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ RC കണക്ഷനായിട്ടും
ഔട്ട്പുട്ട് എടുക്കാം. ഇത് TRS ജാക്കാണ്. RC ആയിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ചെയ്യാം. ചില മോട്ടേഴ്സിൽ ബാലൻസ് കണക്ഷൻ ഉണ്ടാവില്ല, അപ്പോൾ അൺബാലൻസ് ആയിട്ട് നിങ്ങൾക്ക് RC കണക്ഷൻ കൊടുക്കാം. ബാലൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് TRS തന്നെ കൊടുക്കാം. പിന്നെ USB-Cയുടെ കണക്ഷൻ ഉണ്ട്. പിന്നെ മിഡി ഇൻ മിഡി ഔട്ട് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചില ഇൻസ്ട്രുമെൻറ്റ്സിൽ മിഡി ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, USB കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മിഡി നേരെ ആ ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾക്ക് മിഡി ആയിട്ട് ഇതിൽ കണക്ട് ചെയ്യാം. ഇന്ന് കൊടുക്കാം, ഔട്ട് കൊടുക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വേറെ ഭാഗമൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് അത് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല ഹൈ ക്വാളിറ്റി ഓഡിയോ ഇൻ്റർഫേസ് ആണ്. റബ്ബറിൻ്റെ ഒരു മാറ്റാണ്. ഫോക്കസ് റൈറ്റിൻ്റെയൊക്കെ ഒരു ജസ്റ്റ് ഒരു റൗണ്ട് ഒരു ബട്ടൺ പോലത്തെ ഒരു സംഭവം മാത്രമേ കൊടുക്കാറുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ അത് ഊരിപ്പോകാൻ സാധ്യത. പക്ഷേ ഇതൊക്കെ അവർ സ്ക്രൂ ചെയ്താൽ പിടിപ്പിച്ചേക്കുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം സ്ക്രൂഡാണ്, അപ്പോൾ ഇത് ഊരിപ്പോകത്തില്ല. ഇതാണ് Motu M2 എന്ന് പറഞ്ഞ ഓഡിയോ ഇൻ്റർഫേസ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇത് ഓൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഡിസ്പ്ലേയിൽ എങ്ങനെയാണത് പറഞ്ഞത്. അപ്പോൾ നമുക്കതൊന്ന് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കണക്ഷൻ തന്നേക്കുന്നത് USB-A to USB-C ആണ്. അപ്പോൾ ജസ്റ്റ് ഇത് കണക്ട് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതിന് സ്വിച്ച് ഉണ്ട്. ഇത് ഓൺ ആക്കുമ്പോൾ അതുപോലെ ഇതിൻ്റെ സ്ക്രീൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം കളർ ഡിസ്പ്ലേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്ര വോല്യൂം എത്ര ഗെയിൻ നിങ്ങൾ സെറ്റ് ചെയ്തതിനെ കറക്റ്റായിട്ട് ആ LED ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ഇന്ന് പറയുന്നത് 1 2 അതാണ് ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് 1 and 2. ഔട്ട് എന്ന് പറയുന്നത് 1 and 2 അത് ലെഫ്റ്റ് റൈറ്റ് അത് ഇതാണ്. അപ്പോൾ ഈ ഒരു നോബാണ് ഔട്ട് എന്ന് പറയുന്നത്. ഇന്ന് പറയുന്നത് ഇതിൻ്റെയും ഈ ഫസ്റ്റിനും സെക്കൻഡിൻ്റെ ഇൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് നമ്മുടെ ക്ലാസ്സിനകത്തും പറഞ്ഞിട്ടുണ്ട് ഗെയിൻ സ്റ്റേജിങ് അല്ലെങ്കിൽ ഗെയിൻ സെറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് ഒരു നല്ല റെക്കോർഡിങ്ങിൻ്റെ. ഈ ഒരു LCD ഡിസ്പ്ലേ യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഗെയിൻ സെറ്റിംഗ് ചെയ്യാൻ പറ്റും. നമ്മൾ സോഫ്റ്റ്വെയർ നോക്കേണ്ടി പോലും വരില്ല. വളരെ ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് ആ ഗെയിൻ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഓഡിയോ ഇൻ്റർഫേസിൻ്റെ ഒരു ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരെ ഒരു ഓഡിയോ ഇൻ്റർഫേസിൽ ഒരു LCD ഡിസ്പ്ലേ വരുന്നില്ല. അതേപോലെ ഇത്രയും ഹൈ ക്വാളിറ്റി ആയിട്ട് ബിൽഡ് വേറെ ഓഡിയോ ഇൻ്റർഫേസിലില്ല. കാരണം ഒരുപാട് ഓഡിയോ ഇൻ്റർഫേസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓഡിയൻ എന്ന് പറഞ്ഞാൽ ID4 എന്ന് പറഞ്ഞ മോഡൽ ഉണ്ട്. അത് അറൗണ്ട് 15,000 ആണ്. അതിൽ പോലും ഇങ്ങനെ ഒരു LCD ഡിസ്പ്ലേ ഇല്ല. അതേപോലെ അതിനകത്ത് ജസ്റ്റ് 1 മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് ഒരു 18,000 19,000 ഉള്ളിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഓഡിയോ ഇൻ്റർഫേസ് ഞാൻ പറയും ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസ് Motu M2. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നമ്പറിൽ വിളിച്ചു ചോദിക്കാം. അതേപോലെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് നേരെ പോയി മേടിക്കാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നമ്പറിൽ വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ഇടാം. റെക്കോർഡിംഗ് മിക്സിംഗ് മാസ്റ്ററിങ്ങിൻ്റെ വീഡിയോ ലെസൺസ് നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തെടുക്കാം, ഏതാണ് നല്ല പ്രോഡക്റ്റ്സ്, നിങ്ങൾക്ക് ആ പ്രോഡക്ട്സിൻ്റെ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ യൂസ് എന്താണ്, എല്ലാം നമ്മുടെ കോഴ്സിനകത്ത് നമ്മൾ ഓരോരോ ലെസണായിട്ട് ഓരോരോ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വീഡിയോ കണ്ട് തന്നെ നിങ്ങളുടെ ഫ്രീ ടൈമിൽ പഠിക്കാം. അതേപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. നമ്മുടെ വീഡിയോ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ